ദല്ലാൽ നന്ദകുമാറിന്റെ മധ്യസ്ഥതയിൽ ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവദേക്കറിനെ കണ്ട LDF കൺവീനർ ഇ.പി. ജയരാജന് ജാഗ്രതക്കുറവുണ്ടായെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണം CPIM-ൽ പുതിയ ചർച്ചയാകുന്നു. ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടണിൽ നിന്ന് ബോണ്ട് വാങ്ങിയത് മുതൽ ഏറ്റവും ഒടുവിൽ റിസോർട്ട് വിവാദം വരെ പാർട്ടി ജാഗ്രതക്കുറവ് കണ്ടെത്തിയ വിഷയങ്ങൾ അനവധിയാണ്. വിഷയവൈവിധ്യം കണ്ടാൽ ജാഗ്രതക്കുറവ് വരുത്തുന്നതിൽ ജയരാജന് പ്രത്യേക ജാഗ്രതയുണ്ടോ എന്ന് തോന്നിപ്പോകും. ദീർഘകാലം പാർട്ടി മുഖപത്രത്തിന്റെ ജനറൽ മാനേജരായിരുന്ന ഇ.പി. ജയരാജന് രാഷ്ട്രീയത്തിലെന്ന പോലെ സംരംഭകത്വത്തിലും നല്ല പ്രാവീണ്യമുണ്ട്. ഈ സഞ്ചാരത്തിനിടയിൽ അദ്ദേഹം ചെന്നുപെടാത്ത വിവാദങ്ങളില്ല. മിക്കവാറും വിവാദങ്ങളിലെല്ലാം അദ്ദേഹത്തിന് ജാഗ്രതക്കുറവ് സംഭവിച്ചു എന്ന് പാർട്ടി വിലയിരുത്തിയിട്ടുമുണ്ട്. ലോട്ടറി രാജാവ് എന്നറിയപ്പെടുന്ന സാന്റിയാഗോ മാർട്ടിൽ നിന്ന് 2 കോടി രൂപ ബോണ്ടായി വാങ്ങിയതാണ് ജാഗ്രതക്കുറവ് വെളിപ്പെട്ട ആദ്യ സംഭവം. ഡിമാൻഡ് ഡ്രാഫ്റ്റായി വാങ്ങിയ 2 കോടിയുടെ തെളിവ് സഹിതം ഒരു ദിനപത്രം വാർത്ത പ്രസിദ്ധപ്പെടുത്തിയപ്പോഴാണ് ജാഗ്രതക്കുറവ് നിരീക്ഷിച്ച് ജയരാജനെ രക്ഷപ്പെടുത്തിയത്. അതുകൊണ്ടും തീർന്നില്ല ജയരാജന്റെ ജാഗ്രതക്കുറവുകൾ. വിഭാഗീയതയെ ഉച്ചാടനം ചെയ്ത് കേരളത്തിലെ പാർട്ടിയെ ശുദ്ധീകരിക്കാൻ ചേർന്ന പാലക്കാട് പ്ലീനത്തിന്റെ സമാപന ദിവസം പാർട്ടി മുഖപത്രത്തിൽ വിവാദ വ്യവസായി VM രാധാകൃഷ്ണന്റെ പരസ്യം പ്രസിദ്ധപ്പെടുത്തിയതായിരുന്നു രണ്ടാം ജാഗ്രതക്കുറവ്. അപ്പോഴും ജാഗ്രതയില്ലായ്മയെ പഴിച്ച് പാർട്ടി സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ ജയരാജനെ സംരക്ഷിച്ചു. എന്നാൽ അതുകൊണ്ടും തീർന്നില്ല ഇ.പി.യുടെ ജാഗ്രതയില്ലാത്ത ഇടപാടുകൾ. ദേശാഭിമാനിയുടെ തലസ്ഥാനത്തെ സ്ഥലം VM രാധാകൃഷ്ണന് വിറ്റുകൊണ്ട് അടുത്ത ജാഗ്രതക്കുറവിനുള്ള അരങ്ങൊരുക്കി. അപ്പോഴും ജാഗ്രതയില്ലായ്മയെ പഴിക്കാനേ പാർട്ടി നേതൃത്വത്തിന് ആകുമായിരുന്നുള്ളൂ. പിന്നീട് അല്പകാലം ജാഗ്രതക്കുറവിന് ഇടവേളയായിരുന്നു. എന്നാൽ മന്ത്രിയായതോടെ പഴയ ശീലം മടങ്ങി വന്നു. ഭാര്യയുടെ സഹോദരിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ P.K. ശ്രീമതിയുടെ മകനെ പൊതുമേഖലാ സ്ഥാപന MD-യാക്കി. ബന്ധുനിയമനം പുറത്തു വന്നതോടെ പാർട്ടി പിന്നെയും ജാഗ്രതക്കുറവിൽ അഭയം തേടി. എങ്കിലും കേന്ദ്ര നേതൃത്വം ഇടപെട്ടതോടെ മന്ത്രിസ്ഥാനം പോയി. കോടിയേരിയുടെ നിര്യാണത്തിന് ശേഷം ആഗ്രഹിച്ച സംസ്ഥാന സെക്രട്ടറി സ്ഥാനം കിട്ടാതെ വന്നപ്പോൾ പിണങ്ങി പാർട്ടി കമ്മിറ്റികളിൽ വരാതിരുന്നു. പുതിയ സെക്രട്ടറി MV ഗോവിന്ദന്റെ ജാഥയിലേക്ക് തിരിഞ്ഞു നോക്കാതെ മാറി നിന്നു. ഇതിലെല്ലാം അവിടെ ജാഗ്രതക്കുറവുണ്ടായിരുന്നുവെങ്കിലും ആരും മിണ്ടിയില്ല. വൈദേകം റിസോർട്ടിന്റെ പേരിൽ വിവാദം വന്നപ്പോഴും ജാഗ്രതയില്ലായ്മ കണ്ടവരുണ്ട്. ഇപ്പോൾ ദല്ലാളിന്റെ മധ്യസ്ഥതയിൽ പ്രകാശ് ജാവദേക്കറെ കണ്ടതിന്റെ അപകടം മണത്താണ് നേരത്തെ തന്നെ ജാഗ്രതക്കുറവ് പറ്റിയെന്ന് മുഖ്യമന്ത്രി പരസ്യമാക്കിയത്. നിരന്തരം ജാഗ്രതക്കുറവ് പറ്റാൻ ഇ.പി.യുടെ ജീവിതം പിന്നെയും ബാക്കി. റിപ്പോർട്ടർ, ആലപ്പുഴ.